ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹണീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ ഞാൻ ചെറിയ പീസസ് ആക്കി മുറിച്ചെടുത്തതാണ് കേട്ടോ. 1 മുട്ട, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 സവാള അരിഞ്ഞത്, 3 വറ്റൽമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 3 പച്ചമുളക് നീളത്തിൽ മുറിച്ചത്, കുറച്ച് കറിവേപ്പിലയും, 1 പകുതി പീസ് ചെറുനാരങ്ങയും. മൈദ 1 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, കുറച്ച് മല്ലിയില, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, കാഷ്യൂ നട്ട്സ് 5 എണ്ണം, റെഡ് ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, ഓയിൽ, 1 ടീസ്പൂൺ വിനേഗർ, ഉപ്പ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറിന് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക, മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മൈദ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യുക, അതിലേക്ക് വിനേഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നിങ്ങൾ എത്ര നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നോ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. പാൻ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലിപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ഓരോ പീസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ടാവണം.
ഇപ്പോൾ ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ചിക്കൻ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ച 1 ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറുനാരങ്ങ നീരും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സും മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഇനി അതിലേക്ക് കാഷ്യൂനട്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടില്ലേ, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതെന്ന്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് മാക്സിമം ചെറിയ കുട്ടികൾക്കൊന്നും കൊടുക്കാതിരിക്കുക. ഇത് ഭയങ്കര സ്പൈസിയാണ്, അതുകൊണ്ട് കുട്ടികൾക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായവർ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.